ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പപ്പിയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ശിവൻ തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്നു. പപ്പി അവിടെ വെച്ച് ശിവനുമായിട്ട് പരിചയമായതാ. രോഹിത്തിനെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചത് അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. അവേ പ്രശ്നം വേറൊന്നുമല്ല. എന്നെ നോക്കാനാണല്ലോ ഇയാളെ കൂട്ടിന് വിട്ടത്. എന്നിട്ടേ ഇയാൾ എവിടെ ആയിരുന്നേ ഭാമേൻ ചോദിച്ചു നോക്ക്. ഒരു കാറന്നെ മുട്ടി അറിയാ ഭാമയ്ക്ക്. അയ്യോ, എന്താ പിള്ളയെ കേൾക്കുന്നത്? ശ്രദ്ധിക്കണ്ടേ രാഘവേട്ടനെ? വിഷ്ണു കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന നിപ്പരങ്ങ് ഓടിക്കളഞ്ഞു. എന്നിട്ടൊരു കാറിന്റെ മുന്നിൽ വട്ടം ചാടുകയും ചെയ്തു. അയ്യോ, അവര് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതുകൊണ്ട് വലിയ പരിക്കൊന്നും കൂടാതെ രക്ഷപ്പെട്ടു. എന്നിട്ട് ആരാ രക്ഷിച്ചേ? ഭാമേ, എന്നിട്ട് ആരാ രക്ഷിച്ചെന്ന് ചോദിച്ചേ? നമ്മുടെ വിഷ്ണുമോനെ. ആ തക്ക സമയത്തെ വിഷ്ണു വന്നോണ്ട് എനിക്ക് ആപത്തുണ്ടായില്ല. സാറ് വന്നേ, കഴിക്കാനുള്ള മരുന്നൊക്കെ കഴിക്കണ്ടേ? ഇല്ലെങ്കിൽ പ്രഷറും ഷുഗറും ഒക്കെ കൂടും. പോടുന്നു, ഞാൻ ഒരിടത്തോട്ടും വരുന്നില്ല. ഓ, ഞാനേ എന്റെ മോൻ വിഷ്ണുവിനോടൊപ്പം കുറച്ചേരം ദേ അവിടെ നിന്നിരിക്കട്ടെ. വാ വാടാ, വാ. സാറേ, സാറേ സ്റ്റിക്ക് വേണ്ടേ? എനിക്ക് വടിയൊന്നും വേണ്ട. എന്നെ താങ്ങാനാട്ടെ എന്റെ മോനുണ്ട്. ഇയാളെ വടി കൊണ്ട് ഇയാളെ അവിടെ നിന്നേ. നീ ഇങ്ങോട്ട് വാടാ. വാ, നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നാല് നല്ല കാറ്റ് കിട്ടും. നീ ചുമാരി. നീ എന്താ നിൽക്കുന്നേ? ഇരിക്കണ. ഭാമേ, വിഷ്ണുവിന് കഴിക്കാനേ എന്തെങ്കിലുമൊക്കെ എടുക്ക്. പുറത്തുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ എവിടെ പോവാ? ഇനി അവിടെ പുറത്തുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഇവന്റെ വയറൊക്കെ കേടായി കാണും. നീ ഇവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. എവിടെ പോവാ? ഇനി അവിടെ എന്താ പിള്ള? എന്തൊക്കെയാ മോന് വേണ്ടെന്നേ? രാഘവേട്ട എന്താ വേണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കാം. രാഘവേട്ടൻ ഒന്ന് അടങ്ങിയിരുന്നേ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. നീ അങ്ങോട്ടേ പോന്നേ. രാഘവേട്ട ഒന്ന് വിട്ടേ. എനിക്ക് അവനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ പറയാനാ? നീ വന്നേ. വാ. വാ. ഓ, കണ്ടോ പിള്ളേ, അവര് പോന്നായി. ഞാൻ പുറത്തും. ഞങ്ങളുടെ മകൻ വിഷ്ണു ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എനിക്കത് മനസ്സിലായി. എന്റെ കൈ പിടിച്ചിട്ട് വിടുന്നില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ആളല്ലെന്നൊക്കെ പറഞ്ഞു നോക്കിയതാ, പക്ഷെ സമ്മതിക്കുന്നില്ല. ഞങ്ങളുടെ വിഷ്ണു കുറച്ചധികം ദിവസമായി ഇവിടുന്ന് പോയിട്ട്. അന്വേഷിക്കാവുന്നിടത്തെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അവൻ പോയ അന്ന് മുതൽ രാഘവേട്ടൻ ഇങ്ങനെയാ. ഇനിയിപ്പോ വലിയ സന്തോഷത്തിലാളിരിക്കുന്നത്. ശിവൻ എന്നല്ലേ പേര്? അന്ന് പറഞ്ഞതിന്റെ ഒരു ഓർമ്മയുണ്ട്. അതെ. ശിവൻ ഇപ്പൊ പോണ്ട. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോയിട്ട് പോകാം. ഇല്ലെങ്കിൽ ആള് ബഹളം വെക്കും. അല്ല, എനിക്ക് പോയിട്ട് 1-2 പേരെ കാണാനുണ്ടായിരുന്നു. അത്യാവശ്യമായിട്ടൊരു ജോലി ശരിയാക്കി എടുക്കണം. നേരത്തെ ഉണ്ടായിരുന്ന ജോലി പോയി. ഞാനൊരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ശിവൻ ആ ജോലിക്ക് എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇയാൾ അവിടെ ഇട്ട് വന്നേ. എന്തോ ഇത്ര നേരം കൊണ്ട് പറയാനായിട്ടിരിക്കുന്നേ?
എനിക്കെങ്ങനെ അറിയാനോ സാറേ? സാറ് കേൾക്കുന്ന പോലല്ലേ എനിക്കും കേൾക്കാൻ പറ്റൂ. ഓ ഭാമേ, നീ ഇങ്ങനെ മുറ്റം തീർത്തി പുരാണം പറഞ്ഞ സമയം കളയാതെ അവര് നല്ല കഴിക്കാടുത്ത് കൊടുക്കും ഭാമേ. ഞാൻ എടുത്തു കൊടുത്തോളാം. ഓ പിള്ളേ, രാഘവേട്ട മുറി കൊണ്ടുപോയി കിടത്തിക്ക്. കൊറേ ഓടി നടന്നല്ലേ, ക്ഷീണം കാണും. ഓ വാ സാറേ, നമുക്ക് അകത്തു പോവാം. ഇയാൾ അങ്ങോട്ട് വിടറോ വിടറോ. പിന്നെ എനിക്കുള്ള ക്ഷീണമൊക്കെ വിഷ്ണുവിനെ കാണാത്തോണ്ടുള്ളതാ. ഇപ്പൊ എനിക്ക് ഒരു ക്ഷീണവും ഇല്ല, കണ്ടില്ലേ, ഹാപ്പി ആയിട്ടിരിക്കുന്നേ. അതിന്റെ കാര്യം എന്തുവാ? ഇന്നേ എന്റെ മോൻ വന്ന ദിവസമാ. ഹായ് അങ്കിൾ. അങ്കിളോ? ആ ഹായ് അങ്കിൾ. ഹായ് മോളു. വിഷ്ണു അച്ഛനെ കണ്ടോ അങ്കിളെ? പറ അങ്കിളെ, കണ്ടോ? സത്യാമ്മേ, വിഷ്ണു അച്ഛനെ കണ്ടുപിടിച്ചു തരാന്ന് ഈ അങ്കിൾ പറഞ്ഞതാ. ഉറപ്പായിട്ടും കണ്ടുപിടിച്ചരും അല്ലേ അങ്കിളെ? ഹായ് ബ്രോ. അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നാ? ആന്നേ. അത് ശരി. കാലിനിപ്പോ എങ്ങനെയുണ്ട്? ബാൻഡേജ് അഴിച്ചിട്ടില്ല. നടക്കുമ്പോ ചെറിയ വേദനയുണ്ട്. സാരമില്ല, റെസ്റ്റ് എടുക്കുമ്പോൾ മാറിക്കോളും. പപ്പിയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ശിവൻ തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്നു. പപ്പി അവിടെ വെച്ച് ശിവനുമായിട്ട് പരിചയമായതാ. രോഹിത്തിനെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചത് അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഒരാളെ എല്ലാരും കൂടെ വളഞ്ഞിട്ട് തല്ലാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കട്ടെ, ഞാൻ ഇടപെടില്ല. അല്ലാതെ മനഃപൂർവ്വം ഒരാളുടെ തകർച്ചയിൽ സന്തോഷിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതിപ്പോ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും ന്യായം ചോദിക്കേണ്ട സ്ഥലത്ത് ന്യായം ശിവൻ ചോദിച്ചിരിക്കും. ഞാൻ അങ്ങനെയാ, എന്റെ ശീലം അതാ. എന്തൊക്കെയാണ് ഇവര് പറയുന്നേ? എനിക്കെങ്ങനെ അറിയാനോ സാറേ? ഇയാൾക്കൊന്നും അറിഞ്ഞൂടല്ലോ.